നീ കുറെ നേരമായല്ലോ ചിരണ്ടാൻ തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ലേ? നിന്നോടാ ചോദിച്ചത്. മിനിറ്റ് ഇങ്ങനെ വന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിപ്പിച്ച ആശാനെ അറിയാലോ. അതെ അതെ. എടാ സുഹൃത്തിനാ, യവന്മാരെല്ലാം കൂടെ നീ സഹായത്തിൽ കൊണ്ടുവന്നിട്ട് ഇതിപ്പോ എനിക്ക് പാരയാവുന്ന പേടി. എല്ലാവരോടും കൂടി പറയാം, ഇവന്റെ ഒറ്റ ഉറപ്പിന്മേല ഞാൻ ഓരോ വണ്ടിയും ഡേറ്റ് പറഞ്ഞ് പണി ഘടിപ്പിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ദിവസത്തെ പണി മുഴുവൻ പെൻഡിങ്ങില്ല. സമയത്ത് വണ്ടി കൊടുത്തില്ലെങ്കിൽ അവസാനം തന്തയ്ക്കുള്ളി കേൾക്കുന്നത് ഞാനായിരിക്കും. ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള അംഗീകാരങ്ങൾ അവരവർക്ക് തന്നെ കിട്ടുവന്ന. എന്താ പറഞ്ഞേ? എന്റെ ആശാന് ഇന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ആശാനായിട്ടുള്ള സകല വണ്ടികളുടെ പണി തീർത്ത് തന്നാ പോരെ? അങ്ങനെ പറ. പിന്നെയും വിശക്കണ്. യവന് വിശപ്പിന്റെ വിളി തുടങ്ങി. ഈ ബോക്സിനകത്ത് വെച്ച ബ്രെഡും പഴം എവിടെ? ഞാനല്ല, സ്മോൾ അടിച്ചപ്പോഴേ ടച്ചിങ്സ് ഇല്ലെന്ന് പറഞ്ഞ് ആശാന ബ്രെഡ് എടുത്ത് കരിയോല് മുക്കി കഴിച്ചത്. അത് കരിയോലല്ലടാ, എന്റെ ജാമാ, മുന്തിരി ജാം. നീ ഇപ്പൊ കഴിച്ചിട്ട് പണി ഞാൻ പോരെ? എടാ തീറ്റിപ്പണ്ടാരം, നീ വാ. ഇനി നീ ഇവിടെ നിന്നാല് വല്ല കാർ എടുത്ത് വീഴുന്നു. പിന്നെ കാര്യം നീ നല്ല പണിക്കാരനാണ്, പക്ഷെ നീ ഇവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പണിയുന്ന കണ്ടാ എനിക്കും ടെൻഷൻ വരും. അപ്പോ ആ പിള്ളച്ചന്റെ തട്ടുകട അടച്ചിട്ടില്ല, നീ വേഗം പോയി വല്ലോ ഞാൻ വിട്ടോ. ഓ എന്തോ പറയാനാ, ഇവൻ ഏതോ നോമ്പ് കാലത്തുണ്ടായതാന്ന് തോന്നുന്നു. എടോ പപ്പ സാർ, തനിക്കറിയോ ഞാൻ എന്തിനാ ഈ ഒടുക്കത്തെ കുടി കുടിക്കണേന്ന്? എനിക്കൊരു പെഗ് പോലും തരാതിരിക്കാൻ വേണ്ടിയായിരിക്കും സാർ ഈ ഒടുക്കത്തെ കുടി കുടിക്കുന്നത്. സാർ, ഈ ഗ്ലാസ് കണ്ടിട്ട് സാറിന് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ലേ? എനിക്ക് ഫീലിങ്സ് ഉണ്ടടാ പപ്പ, എനിക്ക് ഫീലിങ്സേ ഉള്ളൂ. ഞാൻ നിർത്തിയേക്കണേ, വെള്ളം ഒഴിച്ച് പാഴാക്കണ്ടല്ലോ. ഇത് മതിയാ? 90. ഇതുപോലെ എറിഞ്ഞുടക്കായിരുന്നില്ല കമ്മീഷൻ തന്നെ, അതും ഇവളുടെ മുമ്പിൽ വെച്ച്. ആ മുഖത്തിട്ട് ഒരെണ്ണം കൊടുക്കാൻ എൻ്റെ കൈ തരിക്കായിരുന്നു, അറിയോ? മീൻ വറുത്തത്. എന്താ ചെന്നമേത്? കരിമീനാ? കരിമീനൊന്നല്ല, വറുത്തപ്പ കരിഞ്ഞു പോയതാ. നോക്കി വറക്കണ്ടതല്ലേ? നോക്കി വറുത്തതുകൊണ്ടാ ഇത്രയെങ്കിലും കരിച്ചെടുക്കാൻ പറ്റിയത്. അതെ സാറേ, വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെങ്കിൽ ആ ശ്രേയ കൊച്ചിനോട് പറയണം. അതെ, നിങ്ങൾ പണ്ട് ചക്കര അടിയായിരുന്ന കാലത്തെ ഒരടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് മതിയെന്ന് ഭർത്താവ്, ഭർത്താവിന് ഇഷ്ടമുള്ളത് മതിയെന്ന് ഭാര്യ. തള്ളേത് നിങ്ങളുടെ പണി അങ്ങ് അടുക്കളയിലാ, എന്നെ ഉപദേശിക്കാൻ നിൽക്കണ്ട. എനിക്ക് അടുക്കള പണി തന്നെയാ, ചോറും കൂട്ടാനും ഉണ്ടാക്കല്, നല്ല രുചിക്ക് ആഹാരം വെച്ച് വിളമ്പി തരല്. പക്ഷേ ഭാര്യ ഭർത്താവിന്റെ പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോഴും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു ചേരുവയുണ്ട്, സ്നേഹം. അത് ചേർക്കാൻ ഈ ചിന്നമ്മയെ കൊണ്ടാവില്ല. അത് സാറിന്റെ തീന്മേശയില് ശ്രേയക്കുട്ടി തന്നെ വിളമ്പണോന്ന് ഈ ചിന്നമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറിപ്പോയത് ചിന്നമ്മ അറിഞ്ഞില്ലേ? ഭക്ഷണം പോലെയാണെല്ലാം, കഴിച്ചു നിറഞ്ഞു കഴിഞ്ഞാ പിന്നെ വേസ്റ്റാ. ചിന്നമ്മ ചോറെടുത്ത് വെക്ക്. ചിന്നമ്മേ, ആദ്യം എനിക്ക് എടുത്ത് വെക്ക, ഡ്യൂട്ടി ഉള്ളതാ. ആദ്യം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എടുത്ത് കുഴിയിലോട്ട് വെക്ക്. അല്ല പിന്നെ അത് ശരിയാ, ഇപ്പൊ കുഴി വെച്ച അടുത്ത കുമ്പത്തിൽ ഒരു ചേന പറിക്കാം. നീ വിടരുത്, പീഡനത്തിന് ഇപ്പൊ നല്ല ഡിമാൻഡാ, എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. മതിയടാ, നീ എന്താ വല്ല സൗന്ദര്യ മത്സരത്തിന് പോവാണോ? സുന്ദരനായി പോയത് എന്റെ കുഴപ്പമാണോ? ഒന്ന് പോടാ. എടാ, അവള് നമ്മളെ നോക്കി ചിരിക്കുന്നടാ. നല്ല കോഴിക്കോടൻ അലുവാ പീസുകളാ മോനെ. എടാ, ഒരുത്തിയുടെ മോൻ കണ്ടുകൊണ്ടേ ബാക്കി നല്ല പീസാണെന്ന് വെറുതെ വിടല്ലേടാ. എടാ, അവരുടെ ബോഡി അനാട്ടമി കണ്ട ഉറപ്പല്ലേടാ. ആ പറുതക്കകത്ത് ഉണ്ട് മോനെ ഒരു പീസ. അവന്മാര് കൊത്തുന്നുണ്ട്. നീ ഒന്ന് മുട്ടി നോക്ക്, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. കൊള്ളാടാ. തത്ത വളഞ്ഞടാ. എടാ, എന്റെ നെഞ്ചത്തെ ചിരട്ട ഇപ്പൊ താഴ്പ്പൂ, അഡ്ജസ്റ്റ് ചെയ്ത് പിടിയടാ. എന്താ പേര്? ഞാൻ മുംതാസ്, ഇതിന്റെ ഫ്രണ്ട്സാ ആയിഷ, റസിയ, ജമീല, നാദിറ. ഇവളുമാര് ഭയങ്കര ഷയ്യാ. അതൊക്കെ നമുക്ക് മാറ്റാന്നേ. ഞാൻ രാഹുൽ.
ഞാൻ ക്ലീറ്റസ്. ഞാൻ നിയാസ്. ഞങ്ങൾ വലിയ ഡ്രിങ്കേഴ്സ് ഒന്നും അല്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് ഒത്തുകൂടിയപ്പോ ഒരു കമ്പനിക്ക് ഒന്ന് ചാർജ് ആകാനാ. എന്താ കൂടുന്നു? അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? നമുക്കൊന്ന് ജോലിയാവാന്ന്. രണ്ടെണ്ണം അടിച്ച് ഞങ്ങളുടെ ബൈക്കിന്റെ പിന്നിൽ കയറി ഈ ബീച്ച് മുഴുവൻ ഒന്ന് ചുറ്റിയിട്ട് വരാം. കറങ്ങിയിട്ട് വരാം ഞങ്ങളൊക്കെ. ബട്ട് വൺ കണ്ടീഷൻ, നിങ്ങൾ പുറകിലിരിക്കണം. അപ്പൊ വണ്ടി ആരോടിക്കും തത്തെ? ബൈക്ക് ഞങ്ങൾ റൈഡ് ചെയ്യും. എന്നാ പറഞ്ഞ? ഞങ്ങൾ ഓടിച്ചോളാം. ഞങ്ങൾക്ക് തന്നെ ഇവിടെ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റണില്ല, അതും ഈ മണലിലൂടെ. അപ്പോഴാണ് ഞങ്ങള് ഗേൾസ് ആന്ന് കരുതി അങ്ങനെ അങ്ങ് കൊച്ചാക്കണ്ട. എന്താ ബെറ്റുണ്ടോ? ഓക്കെ, എന്താ ബെറ്റ്? ബെറ്റും ഞങ്ങൾ തോറ്റൽ നിങ്ങൾ പറഞ്ഞ എന്തും ഞങ്ങൾ അനുസരിക്കും. ഞങ്ങൾ പറയുന്നത് എല്ലാം അനുസരിക്കൂ. എടാ നമ്മൾ തോറ്റു കഴിഞ്ഞ ഇവന്മാര് നമ്മളെ റേപ്പ് ചെയ്യൂട്ടാ. ശരി, സമ്മതിച്ചു. ബൈക്ക് താക്കോലുണ്ട്. ഓടിച്ചു തന്നെ പോണ വേക്കേടില്ലേ? അവളുടെ കാലും നീ കറങ്ങട്ടെ. ഇവിടെ കാണുന്നില്ല. ശരിക്കും നോക്കടി. എനിക്കിനി വയ്യപ്പച്ച. ഞാൻ വേണമെങ്കിൽ വാങ്ങി തന്നേക്കാം. ആരൊക്കെ വരുന്നു? നമസ്കാരം പറയതേട്ടാ. എന്താണ് ഈ തപ്പുന്നത്? ഒരു ചെവിത്തോണ്ടിയാ. ഇതാണോ സാധനം? ആ ഭാഗ്യം. പുതിയ ഒരെണ്ണം വാങ്ങണമെങ്കിൽ 5 രൂപയെങ്കിലും കൊടുക്കണം. ഇനി ഈ ജന്മം ബാത്റൂമിൽ പോവാൻ പറ്റത്തില്ല. രാജബോസ് സാറിനെ കാണാൻ രണ്ടുപേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി 2 പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. എന്ത് പറ്റിയതാ? ആ പോയ 3 പേർക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തതാ. കേട്ടിട്ടില്ലേ? An idea can change your life.